കേരളത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിന് വഴങ്ങി മോദി സർക്കാർ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു. പുനരധിവാസ നടപടികളിലേക്ക് കടക്കുന്ന കേരളത്തിന് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം നിർണായകമാണ്. എന്നാൽ പ്രത്യേക പാക്കേജോ സാമ്പത്തിക സഹായമോ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. സമ്മർദ്ദത്തിനൊടുവിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായി 5-ാം മാസത്തിലാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുള്ള കേന്ദ്രത്തിന്റെ കത്ത് സംസ്ഥാനത്തിന് ലഭിച്ചത്. ഹൈക്കോടതിയിൽ നിയമ നടപടികൾ തുടരുന്നതിനിടെയാണ് കേന്ദ്ര തീരുമാനം എന്നതും ശ്രദ്ധേയം. കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം. ദുരന്തസ്ഥിതി വിലയിരുത്തി ആഗസ്റ്റ് 17 നൽകിയ റിപ്പോർട്ട് മുതൽ സംസ്ഥാന സർക്കാർ നിരന്തരം നടത്തിയ ഇടപെടലുകളാണ് ഫലം കണ്ടത്. പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോജിപ്പിച്ച് നടത്തിയ സമ്മർദ്ദവും കേരളത്തിന് അനുകൂലമായി. കേരളം കണ്ട, രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കണം, പ്രഖ്യാപിക്കണമെന്ന കേരളത്തിലെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു എന്നറിയുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും സന്തോഷിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ, ലോകസഭയിലും രാജ്യസഭയിലും ഒരേപോലെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നയ പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കൊടുക്കില്ല എന്ന് പറയുന്ന നിലവരെ വന്നു. കേരളം ഒറ്റക്കെട്ടായി അതിശക്തിയായിട്ട് അതിനെ പ്രതിരോധിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടിയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് വയനാടിനായി പ്രത്യേക സഹായം ഇതുവരെ ലഭിച്ചില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ ഈ തുക കൂടി കേന്ദ്രം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. പുനരധിവാസ പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ കേരളം ആരംഭിക്കും. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്ത് സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.